വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബ്ലോഗ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ എന്താണ് റിയാക്റ്റ് ഉപയോഗിക്കാനും അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഹുക്സും എല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് എൻഡിൽ നിന്നൊരു ഡാറ്റ വിളിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഈ റിയാക്റ്റ് ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണിച്ച് ഒരു ഡൈനാമിക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന എങ്ങനെയോ ആ ഒരു മോഡലിൽ നമ്മൾ റിയാക്റ്റിൽ നിന്നൊരു ബ്ലോഗ് സൈറ്റ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മളെ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് വരണം. കാരണം ഇവിടെ നമ്മൾ ബാക്ക് എൻഡിൻ്റെ ഒരുപാട് ലോജിക്ക് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാവത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യം അറിയാം. ഞാൻ ബാക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വെബ്സൈറ്റ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡൈനാമിക് സൈറ്റ് ലോഡാകുമ്പം HTML CSS ലോഡാവും, കൂടെ നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയും നമുക്ക് കോൾ ചെയ്ത് നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഇവിടെ API ആയിട്ട് ഉപയോഗിക്കുന്നത് API എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റിന് എടുക്കുന്നതിന് വേണ്ടിയുള്ള URL നമ്മൾ API URL എന്ന് പറയുന്നത്. നമ്മൾ അതിനിവിടെ ഉപയോഗിക്കുന്നത് JSON പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഫ്രീ API എന്ന് പറഞ്ഞാൽ നമ്മൾ ലിങ്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ HTML CSSന് പകരം നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് കിട്ടും. ഞാൻ വെബ് ഡെവലപ്മെൻറ്റ് ബേസിക് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോർമലി ഇത്രയും കാലവും നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഒരു HTML CSS കോഡാണ്. അത് നമ്മൾ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നു. അതായത് ഇപ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു HTML കോഡ് വരുന്നു. ഇതിനെ നമ്മൾ കാണുന്നത് ഈ ഒരു വിഷ്വൽ രൂപത്തിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ലിങ്ക്, അതാണ് API URL അല്ലെങ്കിൽ API ലിങ്ക് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ JSON ഫോർമാറ്റിലുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലോട്ട് ഡാറ്റ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് JSON ഫോർമാറ്റ്. അപ്പം നമ്മൾ ആ ടെക്സ്റ്റൊക്കെ തൊട്ട് ബെറ്റർ ആയിട്ട് സ്പീഡിൽ തന്നെ നമുക്ക് കിട്ടാനും എടുക്കാനും പറ്റുന്നതിന് വേണ്ടി ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ പാസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് JSON മെത്തേഡ്. ഈ JSON മെത്തേഡ് നമ്മൾ അറേ ഓഫ് ഒബ്ജക്റ്റ് ആ ഒരു മോഡലിലാണ് ഇരിക്കുന്നത് JSON ഫോർമാറ്റ്. ഓക്കെ, ഇവിടെ ഒരുപാട് URLs കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു URL കോൾ ചെയ്യാണ്. അതായത് JSON പ്ലേസ് ഹോൾഡർ ഈ ഒരു URL /post എന്ന് നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് വന്നത് ഇതുപോലൊരു അറേ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇതൊരു അറയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഒബ്ജക്റ്റ്, ഇത് ഏകദേശം 100 പോസ്റ്റുകളുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 100 പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കമൻ്റ് എന്ന് പറഞ്ഞ URL നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് കമൻറ്റിൻ്റെ കുറേ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടി. ഈ ഡാറ്റ എല്ലാം നമ്മളൊരു ബാക്ക് എൻഡ് സെർവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സെർവറിലോട്ട് ഈ ഒരു URL കോൾ വരുമ്പോൾ JSON പ്ലേസ് ഹോൾഡർ .com/post എന്ന് പറഞ്ഞൊരു URL കോൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ഡാറ്റ പാസ് ചെയ്യണം. ഇത്രയും കാലവും നിങ്ങൾ കണ്ടിട്ടുള്ള HTML CSS പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി നമ്മൾ ബാക്ക് എൻഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ JSON ഡാറ്റയാണ് പാസ് ചെയ്യുന്നത്. അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. നോർമൽ ഒബ്ജക്റ്റ് ആയിട്ടും പാസ് ചെയ്യാം. അതുപോലെ തന്നെ ആൽബംസ് ഉണ്ട്. ആൽബംസിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ കുറേ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് കുറേ ആൽബംസിൻ്റെ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ടു ഡൂസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ടു ഡൂസും അതിൻ്റെ കാര്യങ്ങൾ വരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്ക് എൻഡിൽ നമ്മളെല്ലാം സ്റ്റോർ ചെയ്യുമ്പോഴും ആ വെബ് ഡെവലപ്മെൻറ്റ് ഒരു ബേസിക് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു യുണീക്ക് ID കാണും. അതാണ് ഈ ID. ഈ ID നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഈ ID എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു യുണീക്ക് ID. ഇവിടെ 2, 3, 4, 5 അങ്ങനെ ഈ ഡാറ്റ നമുക്ക് എടുക്കുന്നതിന് വേണ്ടി എല്ലാത്തിനും ID ഇടുന്നു. ആ ഡാറ്റ തിരിച്ചറിയാനായിട്ട് നമുക്കിവിടെ വേറെ ഈ ടൈറ്റിലോ യൂസർ ID ഒന്നും നമുക്ക് ആ ഒരു യുണീക്ക് ID ആയിട്ട് കൊടുക്കുന്നത്. കാരണം അത് യൂസർ ID വേണമെങ്കിൽ ഒരേ കമൻറ്റിൽ തന്നെ, ഇപ്പോൾ ഒരേ ടു ഡൂസിൽ തന്നെ ഒരേ യൂസർ ID റിപ്പീറ്റ് ആയിട്ട് വരാം. ടൈറ്റിൽ അല്ലെങ്കിൽ ഓരോന്നും തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാം. യുണീക്കായിട്ട് നിൽക്കുന്നത് നമ്മൾ അതിനൊരു യുണീക്ക് ID ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പഠിക്കും. നോർമലി ഇത്രയും കാലവും കണ്ടുവരുന്ന ഒരു URL റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കാണ് HTML CSS വരുന്നതാണെങ്കിൽ, ഇനി നമ്മൾ APIയിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് JSON ഫോർമാറ്റിൽ അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഡാറ്റ കിട്ടുന്നതാണ്. നമുക്കതിനായിട്ട് ഞാൻ ഇവിടെ ബേസിക്കലി നമ്മൾ ഇൻഡെക്സ് JSൻ്റെ അകത്ത് വന്ന് ടൈൽവിൻ്റെ CSS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ബ്രൗസർ റൗട്ടർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹോം പേജ് വിളിച്ചു കൊടുത്തിട്ടുണ്ട് മെയിൻ പാത്തിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു കമ്പോണൻറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു കമ്പോണൻറ്റ് നമുക്ക് ആൾ പോസ്റ്റ്സ് എന്ന് പറയുന്ന എല്ലാ പോസ്റ്റുകളും കാണപ്പെടുന്ന ആൾ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി നാവ് ബാറിന് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ ഇവിടെ വിഡ്ത്ത് ക്ലാസ് നെയിം വിഡ്ത്ത് ഞാൻ ഒരു 100% കൊടുക്കുന്നു. ഹൈറ്റ് ഞാനൊരു 100 വീച്ച് വേണ്ട. നാവ് ബാറിന് ഒരു 12 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു കളർ കോഡ് കൂടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ കളർ കോഡ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, അത്രയും കൊടുത്തു. നമുക്കിനി എന്ത് ചെയ്യാം, H1 അകത്ത് എന്താണ് പോസ്റ്റ് 5 എന്ന് പറഞ്ഞൊരു പേരിൽ ഞാൻ ഒരു ഡെമോ പേര് ഞാൻ ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഡിവ് ഞാനിട്ട് ഡിവിന് വിഡ്ത്ത് 35 px, ഹൈറ്റ് ഞാൻ 35 px ഞാൻ ഹൈറ്റ് കൊടുത്ത് റൗണ്ടഡ് നമുക്ക് ഫുള്ള് കൊടുക്കാം. മീൻസ് ഒരു വൃത്തം കണക്കിരിക്കും. നമുക്ക് ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് BG ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒന്ന് ഈ ഹോം പേജിൽ അതിനൊന്ന് വിളിക്കാം. ഓക്കെ, ഹോം പേജിൽ നമ്മൾ നാവ് ബാറിനെ വിളിച്ചു. ഇനി ഓക്കെ, ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ഫ്ലെക്സൊക്കെ ഉപയോഗിച്ച് ടെക്സ്റ്റിനെ അലൈൻ ചെയ്യാം, സൈസൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഫ്ലെക്സ് പാഡിങ് ലെഫ്റ്റും റൈറ്റും, അതാണ് പാഡിങ് X 20 px ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റിഫൈ കണ്ടൻറ്റ് ഞാൻ ബിറ്റ്വീൻ കൊടുത്തു. ഐറ്റംസ് സെൻറ്റർ കൊടുത്തു. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ലോജിക്ക് എന്താണ് ഞാൻ കൊടുത്തതെന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഞാൻ ആ കളർ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് ഞാൻ ഒരു 2 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൂട്ടാം. ആണ് ഫോണ്ട് സെമി ബോൾഡ് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ കളറിലാണ് നമുക്കുള്ള പേജ് വന്നേക്കുന്ന. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ള പോസ്റ്റിൻ്റെ പേജിലോട്ട് വരാം. ഇവിടെ നമുക്ക് ക്ലാസ് നെയിം ഇട്ട് ഇതൊക്കെ നോർമൽ HTML നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതന്നെ പെട്ടെന്ന് പറഞ്ഞോളാം. വിഡ്ത്ത് 100% കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റ് ഒരു 88 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് ഒരു 20 px ഞാൻ പാഡിങ് കൊടുക്കുന്നു. 20 px ഞാൻ പാഡിങ് കൊടുത്തു. ഓക്കെ. നമുക്ക് ബോർഡർ ടോപ്പ് നമുക്കൊരു ചെറിയൊരു വര കൊടുക്കാം തിരിച്ചറിയാനായിട്ട്. ടോപ്പ് നമുക്ക് ആദ്യം 1.5 px ബോർഡർ ടോപ്പിന് കളറ് ഗ്രേ 300 കൊടുക്കാം. അതുപോലെ തന്നെ
ബോർഡർ സോൾഡ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, നമുക്ക് ഇതിന് കോൾ ചെയ്യാം. നമ്മളത് വിളിക്കാത്തതുകൊണ്ട് അതൊന്നും കാണിക്കായിരുന്നേ. നമുക്ക് ഹോം പേജിൽ എന്ത് ചെയ്യാം, നമുക്കിതിനെയും വിളിക്കാം. ആൾ പോസ്റ്റിനെ വിളിച്ചു. ഓക്കെ, നമുക്കിനി നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് അവരിത് വന്നിട്ടുണ്ട്. നമുക്ക് കളറിഞ്ഞൊന്ന് ലൈറ്റ് ആക്കാം. ഇവിടെ വന്നിട്ട് ഒരു ലൈറ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യണം. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മൾ ഇതുപോലെ എന്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റ് കാണിക്കാനുള്ള ഒരു കാർഡ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കമ്പോണൻറ്റിൻ്റെ അകത്ത് പുതിയൊരു കാർഡെന്ന് പറയുന്ന അത് കമ്പോണൻ്റ് അകത്ത് വേണ്ട, നമുക്ക് UI എന്നാണ് അടുത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പേര് UI ക്യാപിറ്റലിൽ കൊടുത്തതാ. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, card.jsx എന്ന് കൊടുത്തിട്ട് ഓക്കെ, നമുക്കിതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, വിട്ട് കൊടുക്കാം. നമ്മളിതൊരു പ്രത്യേക UI എന്നാണ് ഈ കാർഡ്, അതുപോലെ തന്നെ ബട്ടൺസ്, ഇൻപുട്ട്, അതുപോലെ തന്നെ ലൈക്ക് അങ്ങനെ ഓരോ എന്താണ് കമ്പോണൻസ് കാണുമല്ലോ. നമ്മൾ ഇതൊക്കെ പേജുകളല്ലേ, അപ്പോൾ ലൈക്ക് ഒരു സെക്ഷനൊക്കെ അല്ലേ ആൾ പോസ്റ്റിൻ്റെ ബാറൊക്കെ. നമുക്ക് ഈ ചെറിയ ബട്ടൺസ്, ഇൻപുട്ട് ഫീൽഡ്, അതുപോലെ ഈ കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ UI ബിൽഡ് ചെയ്യുന്നതിന് ബെറ്റർ ആ ഫോൾഡർ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു റിയൽ വേൾഡ് പ്രൊജക്റ്റിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും, ഒരുപാട് കമ്പോണൻസ്, ഒരുപാട് പേജൊക്കെ വരുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ കാർഡിൻ്റെ അകത്ത് ഞാൻ വിട്ട് ലൈക്ക് ഒരു അറൗണ്ട് കണക്ക് കൊടുക്കുകയാണ്. 300 px കൊടുത്തു. ഹൈറ്റ് ഒരു 200 px കൊടുത്തു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കൈ ബ്ലൂ കളർ കൊടുത്തു. റൗണ്ടഡ് ലാർജ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കോൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ എന്താണ് അതിനെ വിളിക്കുകയാണ്, കാർഡിനെ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു കളറിൽ എന്താണ് നമുക്കുള്ള കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കുറച്ച് കസ്റ്റം ചെയ്യാം. ഇതിൻ്റെ കളർ FFF ഓക്കെ, ഈ ഒരു കളറിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തൊരു ടെക്സ്റ്റൊക്കെ ഡെമ്മി ടെക്സ്റ്റും കാര്യമൊക്കെ ഒന്ന് എഴുതാം. H1ൻ്റെ അകത്ത് നമുക്കിവിടെ നമുക്ക് ആദ്യം ഈ പോസ്റ്റിൻ്റെ ഡാറ്റയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇവിടെ വരുന്നു, പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പോസ്റ്റിൽ എന്തൊക്കെയാണ്, ടൈറ്റിലും ഉണ്ട്, അതിൻ്റെ ബോഡിയും ഉണ്ട്. ഓക്കെ, ടൈറ്റിൽ ബോഡി ഉണ്ട്. നമുക്കപ്പം ആ രീതി എഴുതാം. ഞാൻ ഈ ടൈറ്റിലൊന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഞാൻ അത് പേസ്റ്റ് ചെയ്തു. പാരഗ്രാഫ് ഞാൻ എടുക്കുന്നു. പാരഗ്രാഫിനെ ഞാൻ കോപ്പി ചെയ്യുന്നു, അതും കൊടുക്കുന്നു. നമുക്ക് ഇനി ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്ന. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ടൈറ്റിലിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം.
ടൈറ്റിലിന് ഞാനിപ്പോൾ ഒരു ക്ലാസ് കൊടുത്തു. ടെക്സ്റ്റിന് ഞാനൊരു 1.3 റെം കൊടുത്തു. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ കളർ നാവ് ബാറിനൊരു ടെക്സ്റ്റിന് കളർ കൊടുത്തില്ലേ, നമുക്ക് അത് തന്നെ ഇവിടെയും ടൈറ്റിലിന് കൊടുക്കാം. കാർഡ് ഫോണ്ട് ഒരു സെമി ബോൾഡ് കൊടുക്കാം. ലൈക്ക് MB മാർജിൻ ബോട്ടം നമുക്കൊരു 1 കൊടുത്തു നോക്കാം. അതിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു കളറിലാണ് വന്നേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മെയിൻ ഡിഫിന് ഒരു പാഡിങ് 10 px കൊടുക്കാം. ഓക്കെ, 10 px ഞാൻ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ടെക്സ്റ്റിനെ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പം നമുക്കതിന് ചാറ്റ് GPT എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഓക്കെ, ജാവാ സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ലെങ്ത് 30 ആൻഡ് കട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കുള്ള കോഡ്. അതായത് ചാറ്റ് GPT നിങ്ങൾ കോഡ് എടുക്കുക. ഞാനിപ്പോൾ അത് എഴുതുന്നേക്കാളും പിന്നെ അതിൻ്റെ ലോജിക് കണ്ടുപിടിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചാറ്റ് GPT കൊടുത്തത് നിങ്ങൾക്കത് മനസ്സിലാവണം. അതായത് ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് മോർ ദാൻ മാക്സ് ലെങ്ത്ത്. അതായത് ടെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങളെയാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ അക്ഷരങ്ങൾ QUIA അത് 4 അക്ഷരം വരും. അപ്പോൾ എന്താണ്, അങ്ങനെ ഈ സ്പേസും നമ്മൾ ഒരു അക്ഷരം ഒരു ലെങ്ത് ആയിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെ എന്താണ്, ടെക്സ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കും. അത് എത്ര മാക്സ് ലെങ്ത്, അതായത് ഈ 30 മാക്സ് ലെങ്ത് 30 മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്ലൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ച് ഈ Q പൊസിഷൻ തൊട്ട് ഈ 30ാമത്തെ ആ ഒരു വേർഡ് വരെയുള്ള പൊസിഷൻ വെച്ച് കട്ട് ചെയ്ത് കൂടെ എന്ത് ചെയ്യും, ഈ ഒരു 3 ഡോട്ടും കൂടെ ആഡ് ചെയ്യും. അല്ല ഇതിപ്പോൾ ഈ മാക്സ് ലെങ്ത്തിനും ഇത് എന്താണ് ടെർണറി ഓപ്പറേറ്റർ, ആ ഒരു പേരിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു മെത്തേഡിനെ പറയുന്നത്. അതായത് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ലോഗ് ചെയ്യാണ്. ഞാൻ കൺസോളിൽ ലോഗ് ചെയ്യുന്നത് എയിൻ്റെ അകത്ത് ട്രൂവോ അല്ലെങ്കിൽ എയിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹലോ എന്ന് വരണം. അല്ല എയിൻ്റെ അകത്ത് വാല്യൂ ഇഫ് കണ്ടീഷൻ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം. അതായത് നമ്മൾ നോർമലി ഇഫിൻ്റെ അകത്ത് ഇഫ് ഇട്ട് എഴുതുന്നേക്കാൾ ഇത് നമുക്ക് എളുപ്പത്തിൽ സിംഗിൾ ലൈൻ എഴുതാൻ പറ്റും. നോ എന്ന് പറഞ്ഞു, അതായത് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ഇവിടെ ഹലോ എന്ന് കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നോ കാണിക്കണം. നമുക്കിവിടെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഹെലോ എന്ന് കാണിച്ച് ഞാൻ അതേ സമയം ഇപ്പം ഇവിടെ ഞാൻ കോഡിൽ ചെന്നിട്ട് ഞാൻ ഇവിടെ ഫാൾസ് ആക്കി. നമ്മൾ ലൈക്ക് ഏകദേശം നമ്മൾ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് എഴുതുന്ന കണ്ടീഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. ഇവിടെ ഇപ്പം നോ എന്ന് കാണിച്ച്, അതായത് ഞാൻ ഇപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പം നോ എന്നാണ് കാണിക്കുന്നത്. അതായത് അത് ഫാൾസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അതല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം, ഇവിടെ ഞാൻ ഒരു വാല്യൂ വെച്ചിട്ടുണ്ട്. ഹലോ, നമ്മൾ ആ ഒരു ഈ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്, അതായത് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അതേസമയം നമുക്ക് എന്താണ്, അപ്പോൾ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഹലോ എന്ന് കാണിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നോ എന്ന് കാണിക്കും. അതേസമയം ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് 3 എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഇഫ് കണ്ടീഷൻ്റെ ഉപയോഗിക്കുന്ന ഏകദേശം കണ്ടീഷൻസ് എല്ലാം ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഈക്വൽ ടു 3, എയുടെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹെലോ കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നോ കാണിക്കണം.
ഓക്കെ, ഇവിടെ ഹെലോ എന്നാണ് കാണിച്ചേക്കുന്നത്. ഞാൻ ഇവിടെ വീണ്ടും പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മാറ്റം വരുത്തുകയാണ്. 3 മാറ്റി ഞാൻ ഇവിടെ ഒരു 5 ആക്കുകയാണ്. നോ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു സിംഗിൾ ലൈനിൽ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് എഴുതുന്ന കണ്ടീഷൻസ് എഴുതുന്നതിനാണ് ഈ ടെർണറി ഓപ്പറേറ്റേഴ്സിൻ്റെ പേര് അങ്ങനെയാണ് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. ടെർണറി ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ അല്ല, നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ വിളിച്ചു കൊടുക്കാം. ഇവിടെ എന്തും നമുക്ക് റൺ ചെയ്യാം. ഇവിടെ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ റൺ ചെയ്യാം. അതങ്ങനെ കൊടുത്തിട്ടുണ്ടാ സണ്ണിയാണ് ട്രൂ. ഓക്കെ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഗോ ഔട്ട് സൈഡ്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേ ഇൻഡോർ. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കണ്ടീഷൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നിൽക്കുന്നത് മനസ്സിലാവുന്നതിന് ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ടെക്സ്റ്റിൻ്റെ ലെങ്ത് എന്താണ്, മോർ ദാൻ 30 ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മൾ 30 വെച്ച് കട്ട് ചെയ്യണം. അതായത് ടെക്സ്റ്റ് ഡോട്ട് ലെങ്ത്ത് അതിൻ്റെ ഈ ക്യൂ തൊട്ട് 30 വരെയുള്ള സംഖ്യ വരെ വെച്ച് കട്ട് ചെയ്ത് കൂടെ ഒരു ഡോട്ട് 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 ആഡ് ചെയ്ത് കൊടുക്കണം. അല്ല 30 താഴെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ടെക്സ്റ്റ് തന്നെ റിട്ടേൺ പാസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ. ഞാനിത് നേരെ എടുക്കുന്നു, ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയാണ്. ആ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഞാനിവിടെ ഈ പീൻ്റെ അവിടെ വന്നിട്ട് ഈ ടെക്സ്റ്റ് ഞാനൊന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു നമ്മൾ ഈ HTML-ൻ്റെ അകത്ത്, ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ റിയാക്റ്റിൻ്റെ അകത്ത് HTML-ൻ്റെ അകത്ത് നമുക്കൊരു ഫംഗ്ഷനോ എന്ത് വിളിക്കണമെങ്കിലും ഒരു കർലി ബ്രാക്കറ്റിൽ വിളിക്കണം. ഞാൻ ആ ഫംഗ്ഷൻ വിളിച്ചിട്ട് ഞാൻ വേണ്ട ടെക്സ്റ്റ് പാസ് ചെയ്യുന്നു. കൂടെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് 40 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 40ാമത്തെ ലെങ്ത് വെച്ച് കട്ട് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, 40ാമത്തെ ആ ഒരു സംഖ്യ വെച്ച് ഇതിപ്പോൾ 40ാമത്തെ സംഖ്യ എത്തിയപ്പോൾ കട്ട് ചെയ്തു. ലൈക്ക് നമുക്കത് 40 മാറ്റി വേണമെങ്കിൽ കറക്റ്റ് സംഖ്യ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 60 കൊടുക്കുകയാണ്. ആ ഡോട്ട് ഡോട്ട് വന്ന് അവസാനം നമുക്കത് ഡോട്ട് ഡോട്ട് കാണിക്കുന്നതിനുണ്ടെങ്കിൽ ഞാൻ ഡോട്ട് ഡോട്ട് എക്സാമ്പിൾ ഈ അവസാനത്തെ ഈ 3 ഡോട്ട് കണ്ടോ. അപ്പോൾ 60 കൊടുത്തപ്പോൾ ഇത്രയും വന്ന് നമുക്കെങ്കിൽ 100 കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ, അതായത് ഒരുപാട് വലിയ ലെങ്ത് ഉണ്ടെങ്കിൽ എന്താണ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡിവിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് എന്താണ് അതിന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളെ കാർഡ് ഇരിക്കുന്നൊരു രൂപം. അപ്പോൾ ഈ രീതിയിലാണ് കാർഡിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് ഈ കാർഡിൻ്റെ കളറ് ഇത്തിരി കൂടെ വൈറ്റ് ആക്കിയാൽ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ലൈറ്റ് വൈറ്റ് ആക്കിയാൽ. ഓക്കെ, ഇപ്പോൾ ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നമ്മളെ ബ്ലോഗ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് എൻഡിലോട്ട് API കോൾ ചെയ്യണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആക്സിയോസ് എന്ന് പറയുന്ന ഒരു ലൈക്ക് NPM പാക്കേജ് വഴിയാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് ഈ അറേ ഓഫ് ഒബ്ജക്റ്റ് എന്താണ് ഈ JSON ഫോർമാറ്റുള്ള അറേ ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ എടുക്കണ്ടേ. അപ്പോൾ അതിന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാനാണ് ആക്സിയോസ് ഉപയോഗിക്കുന്നത്. ഞാൻ ആ വെബ് ഡെവലപ്മെൻറ്റ് ബേസിക് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റിൻ്റെ HTML CSS, അപ്പോൾ ഇതായത് ഈ ഒരു പേജ് ലോഡായി കഴിയുമ്പോൾ തന്നെ ഒരു റിക്വസ്റ്റ് നമ്മൾ പാസ് ചെയ്യും, നമുക്ക് ഡാറ്റ എടുത്തുകൊണ്ട് വരാൻ. ആ റിക്വസ്റ്റ് പാസ് ചെയ്യാൻ നമ്മൾ റിയാക്റ്റിനകത്ത് മീൻസ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ് ആക്സിയോസ്. ആക്സിയോസ്. ഓക്കെ, അതിൻ്റെ ഉപയോഗം ഈ രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. അപ്പോൾ NPM ഇൻസ്റ്റാൾ ആക്സിയോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആക്സിയോസിനെ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ടെർമിനൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു പുതിയ ടെർമിനലിൻ്റെ അകത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഞാൻ ഇത് പേസ്റ്റ് ചെയ്യാണ്. എൻ്റർ കൊടുത്തു. അപ്പോൾ ആക്സിയോസ് ടൈം എടുക്കും ഇൻസ്റ്റാൾ ആവാനായിട്ട്. ഓക്കെ, എൻ്റെ ആക്സിയോസ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം,
ആക്സിസിൻ്റെ ഉപയോഗം ഈ രീതിയിലാണ്. ആക്സിസിനെ കോൾ ചെയ്യുന്നു നമുക്ക് വേണ്ട ആ ഒരു മെത്തേഡിലോട്ട്. ഞാൻ ഗെറ്റ് പോസ്റ്റ് പുട്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗെറ്റ് മെത്തേഡിലാണ് നമ്മൾ ഡാറ്റ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ പോസ്റ്റ് മെത്തേഡിൽ നമുക്ക് ഇതുപോലെ ഡാറ്റ വിളിക്കാൻ പറ്റത്തില്ല. അതിന് വേറെ മെത്തേഡ് ഉപയോഗിച്ചാൽ വിളിക്കാനുള്ള. ബാക്ക് എൻഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്കത് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, എന്താണ് ഈ ഒരു മെത്തേഡാണ്. ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ നിന്ന് തന്നെ കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫങ്ഷൻ ഗെറ്റ് പോസ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ആക്സിയോസ് ഡോട്ട് നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഗെറ്റ് മെത്തേഡുണ്ട്, പോസ്റ്റ് മെത്തേഡുണ്ട്, പുട്ട് മെത്തേഡുണ്ട്, അതുപോലെ ഡിലീറ്റ് മെത്തേഡുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗെറ്റ് മെത്തേഡ് നമ്മൾ ഡാറ്റ എടുക്കുന്നതിന്, ഒരു ഡാറ്റ കൊടുക്കുന്നതിന് പോസ്റ്റ് മെത്തേഡാണ്. നമുക്കൊരു ഓൾറെഡി ഉള്ള ഡാറ്റ എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ, ഗെറ്റ് മെത്തേഡ്. അപ്പോൾ ഗെറ്റ് മെത്തേഡിൽ നമുക്ക് വേണ്ട URL നമ്മൾ പാസ് ചെയ്യണം. അപ്പം ഞാൻ കൊടുക്കുന്ന ഈ ഒരു URL ആണ്. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു URL ആണ്. അതിൻ്റെ അകത്ത് എന്താണ് ഡോട്ട് ദെൻ ഞാൻ എന്താണ് നമ്മൾ പ്രോമിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കാര്യങ്ങളാണ്. അത് കാണാത്തവർക്ക് ഇത് മനസ്സിലാവത്തില്ല. ഓക്കെ, റെസ്പോൺസ് ഈ ഡാറ്റ നമുക്ക് കിട്ടണ സമയത്ത് റെസ്പോൺസ് എടുക്കുന്നതിനാണ് ഈ റെസ്പോൺസ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ലോഗ് റെസ്പോൺസ് കൊടുത്ത് നമ്മൾ എന്താണ് ബാക്ക് എൻഡിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഡാറ്റ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ദെന്നിൻ്റെ അകത്ത് വരും. എന്തെങ്കിലും പ്രശ്നം ബാക്ക് എൻഡിൻ്റെ അകത്ത് സെർവർ കംപ്ലൈൻ്റ് ആയി, സെർവർ ക്രാഷ് ആയി എന്തെങ്കിലും ചെയ്താൽ ക്യാച്ചിൻ്റെ അകത്ത് ആ എറർ വരും. ലോഗ് എറർ ഞാൻ ലോഗ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ നമ്മളിത് കാർഡിൻ്റെ അകത്താണല്ലേ കോൾ ചെയ്തേ. ഞാൻ ഇവിടെ ഓൾ പോസ്റ്റിൻ്റെ അകത്ത് എന്താണ് ഇതിനെ കൊണ്ടുവന്നു, അതിനെ പേസ്റ്റ് ചെയ്തു. ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ് കൊടുത്തു. ഇപ്പോൾ ഗെറ്റ് പോസ്റ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇനി എന്ത് ചെയ്യണം, യൂസ് എഫക്റ്റിനെ വിളിക്കുന്നു. യൂസ് സ്റ്റേറ്റ് നമുക്ക് ആ ഡാറ്റ ഒരു സ്റ്റേറ്റിൽ സ്റ്റോർ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തല്ലേ പറ്റൂ. യൂസ് എഫക്റ്റ് എന്തിനാണ് നമ്മളിപ്പോൾ വിളിച്ചത്, നമ്മൾ ആ പേജ് ലോഡാവുന്ന അതേ സമയത്ത് ഗെറ്റ് പോസ്റ്റ് എന്ന ഫംഗ്ഷൻ കോൾ ആവണം. അപ്പോൾ യൂസ് എഫക്റ്റിനെ ഞാൻ വിളിക്കുന്നു. ഗെറ്റ് പോസ്റ്റ് എന്ന ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കോൾ ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്കുള്ള ഇവിടെ വന്നിട്ട് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഇൻസ്പെക്റ്റ്, ഓക്കെ കൺസോൾ. ഓക്കെ, നമുക്കുള്ള ഡാറ്റ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട ഇത് കുറേ അതിൻ്റെ ബാക്കി കാര്യം. നമുക്ക് വേണ്ട ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇതൊരു ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു വാല്യൂ ആണ് ഡാറ്റ. ഡാറ്റേൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഇതൊരു അറയിൻ്റെ അകത്താണ്. അറയിൻ്റെ അകത്താണ് ഈ 100 ഡാറ്റ, 100 പോസ്റ്റ് ഇരിക്കണം. അപ്പോൾ ആ ഡാറ്റ എല്ലാം കിട്ടുന്നുണ്ട്. അതിനകത്ത് എന്താണ് യൂസറിൻ്റെ ID, ലൈക്ക് ആ പോസ്റ്റിൻ്റെ ID, ടൈറ്റിൽ, ഇത്രയാണ് നമുക്കുള്ളത്. പിന്നെ ബോഡി ഉണ്ട്. ഓക്കെ സോറി, ബോഡിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 4 ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡാറ്റ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ വന്നിട്ട് റെസ്പോൺസ് ഡോട്ട് ഡേറ്റേൻ്റെ അകത്ത് നിന്ന് 0th പൊസിഷൻ, 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ റെസ്പോൺസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ അറയാണ്, അറേ ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ അറേൻ്റെ അകത്ത് 1ാമത്തെ ആ ഒരു ഒബ്ജക്റ്റിനെ എടുക്കണം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1ാമത്തെ ഒബ്ജക്റ്റ് വന്നതാണ്. ഇതാണ് 1ാമത്തെ ഒബ്ജക്റ്റ്. അതിനകത്തുള്ള വാല്യൂയും കാര്യങ്ങളും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അറേയും ഡാറ്റ എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഈ അറേനെ ഇപ്പം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു അറേ ഫുള്ള് നമുക്ക് കിട്ടും.
ഇപ്പോൾ അറയും അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഈ അറേ ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അറയിലുള്ള വാല്യൂവിനെ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് പോസ്റ്റ് സെറ്റ് പോസ്റ്റ് എന്നാണ് കൊടുത്തേക്കാം. ഇവിടെ പോസ്റ്റിന് വരും പോസ്റ്റ്സ് ആക്കാം. യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് ഒരു എം ടി അറേ ഇടാം. ഓക്കെ, ഒരു എം ടി അറേ ഇടാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് പോസ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? റെസ്പോൺസ് ഡോട്ട് ഡേറ്റ എന്ന് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറൊരു കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ലൈക്ക് ഇവിടെ നമുക്കത് പറ്റത്തില്ല. ഞാൻ വേറെ റൂളുണ്ട്. ഇതിപ്പം അറേൻ്റെ അകത്താണെങ്കിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ഡാറ്റ ഡോട്ട് ലെങ്ത്ത് എന്താണ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ വെക്കണം. ഇല്ല, അതിപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എം ടി അറേ വെക്കണം. ഓക്കെ, അതായത് നമ്മൾ ഈ ഡാറ്റയുടെ ലെങ്ത് എടുക്കുമല്ലോ. ഇപ്പോൾ റെസ്പോൺസ് ഡാറ്റ എന്നൊരു അറയാണ്. ഈ അറയുടെ ലെങ്ത് എടുക്കുമ്പോൾ അറയുടെ ലെങ്ത് 0 ആവരുത്. 0 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. അറയുടെ ലെങ്ത്ത് 0യ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അറേൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അതാണ് കണ്ടീഷൻ പറഞ്ഞേ. അറയുടെ ലെങ്ത്ത് നമുക്ക് അറയുടെ പൊസിഷൻസ് അല്ല, പൊസിഷൻ 0th പൊസിഷനിൽ വാല്യൂ ഉണ്ട്. ഞാൻ ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള അറയുടെ ലെങ്ത്ത് 10 ആണ്. അതേസമയം എന്താണ് അതിൻ്റെ പൊസിഷൻ വരുന്നത് 9 ആണ്. ഓക്കെ, പൊസിഷൻ 0യിൽ സ്റ്റാർട്ട് ചെയ്യും. ലെങ്ത്ത് എന്താണ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അറേ ഡോട്ട് ലെങ്ത് എന്താണ്? നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അറേ എം ടി ആണ്. അറേയുടെ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു 0. അറേയുടെ ലെങ്ത്ത് 0 ആണെന്നുണ്ടെങ്കിൽ അറേ എം ടി ആണ്. അല്ല, നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അറേ എന്താണ്? എം ടി അല്ല. സോറി നോട്ട് ഇസ് ഈക്വൽ ടു 0 അറേ എം ടി ആണ്. ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആണല്ലോ. നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അറേ എം ടി അല്ല. ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ അറേ എം ടി ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? അറേ എം ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റ് പോസ്റ്റിൻ്റെ അകത്ത് ഡാറ്റ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? അറേ വെക്കണം. അതിൽ എം ടി അറേ വെക്കണം. കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ അറേൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഓരോ വാല്യൂ നമുക്ക് ഈ കാർഡിൻ്റെ അകത്തോട്ട് പാസ് ചെയ്ത് അതിനെ ഷോ ചെയ്യിപ്പിക്കണം. അപ്പോൾ കാർഡിൻ്റെ അകത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടീഷൻ എഴുതണം. നമുക്കിവിടെ എന്തൊക്കെ ഡാറ്റ വരും? ID വരും, ടൈറ്റിൽ വരും, അതുപോലെ തന്നെ ബോഡി വരും. ബോഡിയും കൊടുത്തിട്ടുണ്ട്. ID, ടൈറ്റിൽ, ബോഡിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കിവിടെ കാണിക്കണം. അപ്പം ഞാനൊരു കർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഞാൻ പറയുന്നത് ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടീഷൻ എഴുതണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എറർ അടിക്കും. ഇപ്പോൾ ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എറർ അടിക്കും. ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഇല്ല, സെർവർ റിയാക്ട് ആപ്പ് ക്രാഷ് ആവും. അതിനാണ് നമ്മൾ ഈ ടെർണറി ഓപ്പറേറ്റേഴ്സ് കൊണ്ടുവന്നതന്നെ. എന്തിനാണ് ഇങ്ങനെ സിമ്പിൾ കണ്ടീഷൻസൊക്കെ നമുക്ക് എളുപ്പത്തിൽ എഴുതുന്നതിന് വേണ്ടിയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടൈറ്റിൽ കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു എം ടി സ്ട്രിങ് കാണിക്കണം. അപ്പോൾ എറർ വരത്തില്ലല്ലോ. അവിടെ ഡാറ്റ എം ടി ആയിട്ടെങ്കിൽ ഡാറ്റ കാണിക്കുന്നുണ്ടല്ലോ. ഇതിന് എളുപ്പ വഴിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലോജിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. അതായത് ടൈറ്റിലിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അതാണ് എൻ്റെ ഒരു ഓപ്പറേഷൻ. ടൈറ്റിൽ നിന്നാണ് അതിൻ്റെ അകത്തൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എം ടി സ്ട്രിങ് ആയിരിക്കണം, എറർ വരാതിരിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴി ചെയ്യുന്ന പറഞ്ഞാൽ ലൈക്ക് ഈ സിമ്പിൾ ഇട്ടിട്ട് എന്താണ് ഒരു സ്ട്രിങ് കൊടുത്താൽ മതി. ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ ടൈറ്റിൽ കാണിക്കും. ഓർ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എം ടി സ്ട്രിങ്. ഓറിൻ്റെ സിമ്പിളാണ് എന്ത് ചെയ്യണം? ഈ ഒരു സിമ്പിൾ. അപ്പോൾ ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ, ഓർ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? എം ടി സ്ട്രിങ് കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയുന്നു? ഇവിടെ വന്നിട്ട് ഞാൻ ബോഡീൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോഡി കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത്? ബോഡി എം ടി ആണെന്ന് കാണിക്കണം.
ഓക്കെ, അത്രയും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്കിവിടെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. കർലി ബ്രാക്കറ്റ് ഇട്ടു. പോസ്റ്റിൻ്റെ അകത്ത് നമുക്കിവിടെ ഒരു കണ്ടീഷൻ എഴുതാം. ടെർണറി ഓപ്പറേറ്റേഴ്സ് നിങ്ങളിതിന് നല്ല പഠിച്ചിടണം. ഇനി അങ്ങോട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ മൊത്തം നമ്മൾ റിപ്പീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് പോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് അതും കൊടുക്കുക. അത് കഴിഞ്ഞ് എന്താണ്, ചുമ്മാ ഒരു ഓപ്പൺ ചെയ്ത് ഡിവ് അങ്ങനെ ഇടാം. അങ്ങനെ പോസ്റ്റിൻ്റെ അകത്ത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഡോട്ട് മാപ്പ് എന്താണോ ഒബ്ജക്റ്റ് എടുക്കണം. ഒബ്ജക്റ്റിൻ്റെ അകത്തുനിന്ന് ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ കാർഡിനെ വിളിക്കണം. കാർഡിനെ വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ടൈറ്റിൽ പാസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഡോട്ട് ടൈറ്റിൽ പോകണം. അത് കഴിഞ്ഞ് ബോഡീൻ്റെ അകത്ത് നമ്മൾ ഓരോ ഡാറ്റ പാസ് ചെയ്യുന്നതാണ്. ഒബ്ജക്റ്റ് ഡോട്ട് ബോഡീൻ്റെ അകത്തോട്ട് ബോഡിയുടെ ഡാറ്റയും പോകണം. ഇവിടെ നമ്മൾ ഈ താഴത്തെ കണ്ടീഷൻ്റെ അകത്ത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനോ എന്തും എഴുതാം. ഞാൻ ഇവിടെ നോർമൽ ഒരു ഡിവ് ഇട്ടിട്ട്, ഒരു പക്ഷേ അതിൻ്റെ അകത്ത് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ H1 അകത്ത് ഡാറ്റ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കണം. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് അറിയാം, നമ്മൾ കാർഡിനെ റിട്ടേൺ ചെയ്തില്ല. മാപ്പിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതിയാലും നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കാർഡ്, ഇപ്പോൾ 100ഓളം കാർഡ് താഴെ വന്നിട്ടുണ്ട്. ഓരോന്നിനും യുണീക്ക് ടൈറ്റിൽ, യുണീക്ക് കാര്യങ്ങൾ. അതായത് നമ്മൾ എന്ത് ചെയ്ത് നമുക്കിതൊന്ന് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. ഓക്കെ, നമുക്കിവിടെ ആൾ പോസ്റ്റിൽ വന്നിട്ട് ഫ്ലെക്സ് ഗ്യാപ്പ് 2 കൊടുക്കാം. ഫ്ലെക്സ് റാപ്പ് കൊടുക്കുക. റാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് താഴെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇത് ഈ മോഡലിൽ ആയിട്ടുണ്ട്. ഇവിടുത്തെ സ്പേസ് ബ്ലാങ്ക് ആണത്, കാര്യമാക്കണ്ട. ഓക്കെ, എന്താണ് ലൈക്ക് നമ്മൾ ആദ്യത്തേത് ടൈറ്റിൽ വന്നു, അതിൻ്റെ പാരഗ്രാഫ് 1, ഇവിടെ ടൈറ്റിൽ വന്നു, പാരഗ്രാഫ് 1, ടൈറ്റിൽ വന്നു, പാരഗ്രാഫ് 1. ഓക്കെ, അങ്ങനെ നമുക്കുള്ള ആ 100 പോസ്റ്റും അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ API, ഈ ഒരു URL നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ് ഡാറ്റ കിട്ടി, JSON ഫോർമാറ്റിലുള്ള. ആ ഡാറ്റയാണ് നമ്മൾ അറേന് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൻ്റെ അകത്തോടെ നമ്മൾ സ്റ്റോർ ചെയ്ത്, ഈ റിക്വസ്റ്റ് വിളിച്ചപ്പോൾ ഡാറ്റ വന്ന് അതിനെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ലൈക്ക് ആ ഡാറ്റ എന്ത് ചെയ്തു, മാപ്പ് വഴി പാസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കാർഡിൽ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്തത്. അപ്പോൾ എന്ത് ഡാറ്റ വന്നു, ഓരോന്നിൻ്റെ ടൈറ്റിലും. ഈ രീതിയിലാണ് നമ്മൾ ഡൈനാമിക് സൈറ്റിൽ ഡാറ്റ എടുക്കുന്നത്. ഡൈനാമിക് സൈറ്റിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഡാറ്റ എടുക്കുന്നത്. ഇവിടെ ഒരു പച്ച സിമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത് യൂസറിൻ്റെ ഇമേജ് ആയിട്ട് കൂട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റയിൽ നമ്മളിപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റുകളെല്ലാം നമുക്ക് കാണണം. അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിൽ പോയി ഈ ഒരു പോസ്റ്റും കാണിക്കണം, ഈ പോസ്റ്റിൻ്റെ കമൻറ്റും കാണിക്കണം. അപ്പോൾ നമുക്ക് അതിന് ഇവിടെ വന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് ഉണ്ട്. പോസ്റ്റ് ഡോട്ട് 1 എന്ന് പറയുന്ന ID ആണ് കേട്ടോ. പോസ്റ്റ് ഡോട്ട് 1 പാസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോസ്റ്റും അതിൻ്റെ എല്ലാം അത് സിംഗിളായിട്ട് അതിൻ്റെ കാര്യം വരും. അപ്പം ഞാനിവിടെ ഒരു 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4ാമത്തെ ID ഉള്ളതാണ്. ഇവിടെ 4ാമത്തെ ID ഉള്ള പോസ്റ്റ് അതിൻ്റെ കാര്യം വരും. ഓക്കെ, പോസ്റ്റ് നമ്മൾ എടുക്കുക. ഈ ഒരു URL നമ്മൾ ഓരോ വട്ടം എന്ത് ചെയ്യണം, ID നമ്മൾ മാറ്റി പാസ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ പോസ്റ്റിനെ കമൻറ്റ് എടുക്കാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് എന്താണ് 1 അതിൻ്റെ 1 ലൈക്ക് സ്ലാഷ് കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1ാമത്തെ പോസ്റ്റിൻ്റെ ID സ്ലാഷ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റിൻ്റെ ID പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റ് കിട്ടണം. ഈ മെത്തേഡിൽ നമ്മൾ കമൻറ്റ് എടുക്കണം. കമൻറ്റ് എല്ലാം അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ലൈക്ക് അപ്പോൾ കമൻറ്റ് എടുക്കണം. അപ്പോൾ ഈ 2 കാര്യം നമുക്ക് ഒരു പോസ്റ്റിൻ്റെ ഒരു പേജ് ഉണ്ടാക്കി അതിൽ നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോണ കോഡ്. പോസ്റ്റ് ഡോട്ട് JSX എന്ന് കൊടുത്തു, RFC കൊടുത്തു.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് ക്ലാസ് നെയിം വിത്ത് നമുക്കൊരു 100% കൊടുക്കാം. ഹൈറ്റ് ഒരു 88 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുക്കാം. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെന്നാലും ഒന്ന് വൈറ്റ് കൊടുത്തേക്കാം. പാഡിങ് നമുക്കൊരു 20 px കൊടുക്കാം. ഇനി നമുക്കൊരു H1 ഇട്ടിട്ട് H1 നോർമലി ഇടാം. അതിനൊന്ന് സ്റ്റൈൽ ചെയ്യാം. നമുക്കിനി വലിയ ഡിസൈൻ കൊടുത്ത് ടൈം എന്തായാലും വേസ്റ്റ് ആക്കണില്ല. ടെക്സ്റ്റിന് ഞാനിവിടെ 2rem കൊടുത്തു. ടെക്സ്റ്റിൻ്റെ കളറ് ഈ ഒരു കളറാണ് ടെക്സ്റ്റിന് ഞാൻ കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഈ കളർ ഞാൻ ടെക്സ്റ്റിന് കളർ കൊടുത്തു. ഫോണ്ട് നമുക്ക് സെമി ബോൾഡും ആക്കാം. പാരഗ്രാഫിലോട്ട് പോവാം. പാരഗ്രാഫിൽ നമുക്ക് നോർമലി പ്രത്യേകിച്ചൊന്നും ചെയ്യാമല്ല. ഞാൻ ഇവിടെ ഒരു മാർജിൻ ബോട്ടം 2 കൊടുത്തു. ലൈക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമുക്കൊരു കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ കമൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്നൊന്ന് ചെക്ക് ചെയ്യാം. അത് കമൻറ്റിന് വേണ്ടിയാണ് ആ ഡിവ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പം യൂസറിൻ്റെ പേര്, ഇമെയിൽ ID, ബോഡി. ഓക്കെ, ഞാൻ വലിയ ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഒരേ പേജിന് മൾട്ടിപ്പിൾ ബാക്ക്-എൻഡ് റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ H1 ഇട്ടു, അമീൻ മുഹമ്മദ് കൊടുത്തു. ക്ലാസ് നെയിം ഇട്ടിട്ട് ടെക്സ്റ്റ് 1.2 റെമ്മും ഫോണ്ട് സെമി ബോൾഡും കൊടുത്തു. ടെക്സ്റ്റ് ഞാൻ ഈ ഒരു കളറിലും കൊടുത്തു. എന്നിട്ട് പാരഗ്രാഫിൽ ആ ഒരു ബോഡിയിലുള്ള കണ്ടൻറ്റ് എഴുതാനായിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാർജിൻ ബോട്ടം ഒരു 1 px കൊടുത്തു. പാഡിങ് ഒരു 10 px കൊടുത്തു. റൗണ്ടഡ് ലാർജ് കൊടുത്തു. എന്നിട്ട് ഈ ഡിവിനെ ഒരു ഡിവിൻ്റെ ചൈൽഡാക്കി മാറ്റി. ഏറ്റവും ആ ഡിവിന് ഞാനിവിടെ ഫ്ലെക്സ് കോളൻ ഗ്യാപ്പ് 2 കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിൻ ബോട്ടം കൊടുക്കാം. ഞാൻ ഒരു സ്ട്രക്ചറിന് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്കുള്ള പോസ്റ്റ് പേജ്. അപ്പോൾ പോസ്റ്റ് പേജിന് ഇവിടെ അടുത്തൊരു പേജ് വരുന്നു, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് പേജ് ഞാൻ കൊടുത്തു, RFC കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് നാവ് ബാറിനെ വിളിക്കാം. നാവ് ബാറിനെ വിളിച്ച് അത് കൊടുത്തു. പിന്നെ പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിനെ ഞാൻ വിളിച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കുള്ള app.jsx എന്നാണ് അതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ വിളിക്കാം. കോപ്പി ചെയ്യുന്നു. പോസ്റ്റ് പേജിനെ വിളിച്ചു. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് post/ID. പോസ്റ്റിൻ്റെ കൂടെ ID-യും എന്ത് ചെയ്യണം, ഇവിടെ പാസ് ചെയ്യണം. ആ ഒരു കണ്ടീഷനാണ് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്ന. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ എഴുതുന്നുണ്ട്. ഇവിടെ ഒരു കോഡ് എഴുതാറുണ്ട്. ഫങ്ഷൻ റീഡയറക്റ്റ് എന്ന് കൊടുത്തു. ID വേണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വേറൊന്നിന് ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. യൂസ് നാവിഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ലെറ്റ്
നാവിഗേറ്റ് യൂസ് നാവിഗേറ്റ്. ഓക്കെ, യൂസ് നാവിഗേറ്റിനെ ഞാൻ വിളിച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നാവിഗേറ്റ് നമുക്ക് ആ ഒരു പേജിലോട്ട് എന്ത് ചെയ്യണം? റീഡയറക്റ്റ് ചെയ്യണം. ഞാൻ ഒരു ബാക്ക് ടിക്ക് കൊടുത്തിട്ട് ഞാൻ എന്താണ് പോസ്റ്റ് /post/ നമുക്ക് എന്ത് ചെയ്യാം? ആ ഐ ഡിയും കൂടെ പാസ് ചെയ്യണം. ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡി, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പാസ് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതുന്നതാണ് നല്ലത് കേട്ടോ. ഐ ഡി കൊടുക്കാം. ഇഫ് നോട്ട് ഐ ഡി ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ. ഒരു സിംഗിൾ ഫംഗ്ഷനാണെങ്കിൽ ഈ രീതി എഴുതിയാൽ മതി. അലർട്ട് ഐ ഡി നോട്ട് ഫൗണ്ട്. ഓക്കെ, ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ ഹാൻഡിൽ റീഡയറക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇനി കോൾ ചെയ്യുമ്പോൾ എന്താണ്? പോസ്റ്റിൻ്റെ കൂടെ ഐ ഡിയും നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് ടോപ്പിൽ നമ്മൾ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. ആ ഐ ഡി ഏത് ഐ ഡിയാണ്? നമ്മൾ ഈ പ്രോപ്സിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്സിൻ്റെ അകത്ത് ആ ഐ ഡി എന്ത് ചെയ്യും? ഓരോ കാർഡിനും ഓരോ ഐ ഡി ആയിരിക്കില്ല. അപ്പോൾ ആ ഐ ഡി എന്ത് ചെയ്യും? ആ കാർഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നേരെ ഈ പേജിലോട്ട് ഈ ഐ ഡിയും കൂടെ വെച്ച് എന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്യും. ലൈക്ക് നമ്മളപ്പം ഇവിടെ വന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് ഐ ഡിയും കൂടെ പാസ് ചെയ്യണം. ഐ ഡി ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി കൊടുത്തു. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇന്ന് ടെർണറി ഓപ്പറേറ്റർസ് നമ്മൾക്ക് ഒരുപാട് ഉപയോഗിച്ചു. അതായത് ഒബ്ജക്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഡോട്ട് ഐ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്പറേഷൻ്റെ അത് പോകും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബാക്കിൻ്റെ എ പി ഐ കോൾ ചെയ്യുന്ന അവിടെ നിന്ന് ഒരുപാട് അറേ ഒബ്ജക്റ്റൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റിലും വാല്യൂ ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ഈ ഒരു ടെർണറി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് ഡോട്ട് ഐ ഡി എന്ന് കൊടുത്ത് ഒബ്ജക്റ്റിൻ്റെ അകത്ത് വാല്യൂ ഉണ്ട്, അതിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അടുത്ത കുത്തിലോട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി കോൾ ചെയ്യും, വാല്യൂ ഇല്ല, സെർവർ ക്രാഷ് ആവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആപ്പ് ക്രാഷ് ആവും. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വരത്തില്ല. ഓക്കെ, ഒബ്ജക്റ്റ് ഡോട്ട് ഐ ഡി കൊടുത്തു. ഈ ടെർണറി ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഒരു വട്ടം ചെയ്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഐ ഡിയും കാര്യങ്ങളും പാസ് ചെയ്തു. നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പോസ്റ്റ് പേജിൽ വരുന്നു. പോസ്റ്റ് പേജിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു ഐ ഡി നമുക്ക് എടുക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് യൂസ് പാരാംസ് വിളിക്കുന്നു. ലെറ്റ് ഐ ഡി പാരാംസ് കോൾ ചെയ്തു. ലോഗ് ഐ ഡി ഓർ നള്ള്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്തു. ഇൻസ്പെക്റ്റിൽ പോയി നോക്കാം. കൺസോളിൽ ഐ ഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാണ് ഐ ഡി നമുക്ക് എന്ത് ചെയ്യുന്നു? ബാക്ക് എൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഐ ഡി വിളിച്ച് അതിനകത്തുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ആക്സിയോസിനെ ഒന്ന് വിളിക്കുകയാണ് പോസ്റ്റ് പേജിൽ. നമ്മൾ ആക്സിയോസിൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ആക്സിയോസ് വിളിച്ചു. ഫങ്ഷൻ ഗെറ്റ് പോസ്റ്റ് ആക്സിയോസ് ഡോട്ട് ഗെറ്റ് ഒരു ബാക്ക് ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു URL എടുക്കണ്ടേ പോസ്റ്റിന് വേണ്ടിയുള്ള. ഇവിടെ നമ്മൾ പോകുന്നു. ഇതാണെങ്കിൽ മെത്തേഡ് ഉണ്ട്. ഗെറ്റ് മെത്തേഡാണ്, പോസ്റ്റ് മെത്തേഡാണ്, പാച്ച് മെത്തേഡാണ്, ഡിലീറ്റ് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ആ മെത്തേഡിൽ കോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ഇത് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ ഈ URL കോപ്പി ചെയ്തു. നേരെ ഇവിടെ വന്നിട്ട് ഇതാണ് ഈ URL അതുപോലെ പേസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഡാറ്റ മാറേണ്ട ഒന്നെന്ന് കൊടുത്തേക്കണം അവിടെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ ഡി
ഓർ 1. ഐ ഡീൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഡിയിലെ വാല്യൂ കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1 പറയുന്ന വാല്യൂ അവിടെ വരണം. അത് എറർ അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ്, ഐ ഡിയിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആ പോസ്റ്റിൻ്റെ കൂടെ എന്താണ്, ആ ഒരു പോസ്റ്റ് സ്ലാഷ് ഐ ഡിയിൽ നമ്മൾ 3 ആണെങ്കിൽ 3 പോവും, 50 ആണെങ്കിൽ 50 പോവും. ആ ഐ ഡീൻ്റെ അകത്ത് വാല്യൂ ഇല്ലാത്തൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ നമുക്ക് ഇതിൽ 1 കൊടുക്കാനുള്ള ഐ ഡീൻ്റെ അകത്ത് വാല്യൂ ഇല്ലാത്ത കേസ് വന്ന് കഴിഞ്ഞാൽ നേരെ റീഡയറക്റ്റ് ചെയ്ത് ഹോം പേജിൽ പോകണം. ആ ഒരു കണ്ടീഷനാണ് എഴുതാനുള്ള. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ലൈക്ക് ഒരു യൂസ് സ്റ്റേറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഐ ഡീൻ്റെ അകത്ത് എന്താണ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നോട്ട് ഐ ഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാവിഗേറ്റ് വിളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 കണ്ടീഷൻ ഇട്ടോ എങ്ങനെയാണോ നേരെ അങ്ങ് ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്താൽ മതി. ഹോം പേജ് റീഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? സ്ലാഷ് വിളിച്ചാൽ മതി. നേരെ ഹോം പേജിൽ പോകുന്നതാണ്. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഡോട്ട് ദെൻ റെസ്പോൺസ് ലോഗ് ഡോട്ട് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ. ആ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു കീൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള കീൻ്റെ അകത്ത് മാത്രമേ എന്ത് ചെയ്യൂ? ഡാറ്റ വരത്തുള്ളൂ. ബാക്കിയൊക്കെ വേറെ റിക്വസ്റ്റായിട്ട് ബന്ധപ്പെട്ട വേറെ കാര്യങ്ങളാണ്. ഡോട്ട് ക്യാച്ച് എറർ ലോഗ് ചെയ്യുക. നമുക്ക് എറർ കാണണ്ടാവുമല്ലോ വന്നാൽ. ഇതേ കാര്യം ഞാൻ ഒന്ന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഗെറ്റ് കമൻ്റ് എന്ന് കൊടുക്കുകയാണ്. കമൻ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ URL വിളിക്കാം. ഞാനിവിടെ വന്നിട്ട് ഗെറ്റ് കമൻറ്റിനുള്ള URL കിട്ടി. ഇവിടെ ആകെ മാറ്റം വരുന്ന സ്ലാഷ് കമൻസ്, അതായത് പോസ്റ്റ് ആ ഒരു ഐ ഡി സ്ലാഷ് കമൻസ്, അത്ര മതി. ഇവിടെ വരുന്ന ഡാറ്റയെ നമുക്ക് കൺസോൾ ചെയ്യാം. ഇത് രണ്ടും നമുക്ക് അറ്റ് എ ടൈമിൽ കോൾ ചെയ്യണം. പേജ് ലോഡ് ആകുമ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് സ്റ്റേറ്റ് വിളിക്കണം. യൂസ് എഫക്റ്റ്. അതുപോലെ തന്നെ യൂസ് സ്റ്റേറ്റും വേണം. ഡാറ്റ സ്റ്റോർ ചെയ്യണമല്ലോ. യൂസ് എഫക്റ്റ് കോൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗെറ്റ് പോസ്റ്റിനെയും കോൾ ചെയ്യുന്നു. ഗെറ്റ് കമൻറ്റിനെയും കോൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡാറ്റയുടെ കാര്യം നോക്കാം. ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഡാറ്റയും വന്നിട്ടുണ്ട്. അറയായിട്ട് നമുക്ക് വേണ്ട കമൻറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, കമൻറ്റിൻ്റെ അകത്ത് ബോഡി നെയിം ഇമെയിൽ. ഓക്കെ ഇത് ആദ്യം അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള നമുക്ക് ആദ്യം നമ്മളെ പോസ്റ്റ് ആദ്യം നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? സ്റ്റേറ്റിൻ്റെ അകത്ത് പോസ്റ്റ് സെറ്റ് പോസ്റ്റ് യൂസ് സ്റ്റേറ്റ് വിളിക്കുന്നു. നമുക്ക് ആ പോസ്റ്റ് എന്ത് ചെയ്യണം? നമ്മളിപ്പം ഈ ആക്സിയോസ് വഴി കോൾ ചെയ്തെടുത്ത ആ ഒരു ഡാറ്റേനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ പോസ്റ്റിൻ്റെ അകത്ത് വെക്കണം. പോസ്റ്റ് ഒരു ഒബ്ജക്റ്റ് അല്ലേ? അപ്പം എന്താണ് ഡിഫാൾട്ടായിട്ട് ഒരു എംപ്റ്റി ഒബ്ജക്റ്റാണ് കൊടുക്കുന്നത്. ലെറ്റ് കമൻറ്റ് സെറ്റ് കമൻറ്റ്. യൂസ് സ്റ്റേറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? അറേ വെക്കണം. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് H1ൻ്റെ അകത്ത് ആ ഡാറ്റ കാണിക്കാം. പോസ്റ്റ് ഡോട്ട് ടൈറ്റിലിൻ്റെ അകത്ത് പോസ്റ്റിൻ്റെ അത് ടൈറ്റിലിൻ്റെ അകത്ത് എന്താണ്? ടൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കാണിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്ട്രിങ് കാണിക്കണം. അതൊക്കെ എറർ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് ആ പോസ്റ്റ് ടൈറ്റിലിൻ്റെ അകത്ത് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അവിടെ എറർ അടിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ഡോട്ട് ബോഡി എന്ന് വിളിക്കാം.
ബോഡീൻ്റെ അകത്ത് ഡാറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ എം ടി ഇത് കാണിക്കണം. ഇവിടെ നമുക്കിനി എന്ത് ചെയ്യണം, ഇതൊന്ന് കോപ്പി ചെയ്യാം. അത് കഴിഞ്ഞ് കമൻറ്റ് ഡോട്ട് ലെങ്ത്ത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കണ്ടീഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവും. ഞാൻ ഇവിടെ ഒരു എം ടി ഇട്ട എറർ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് നോ കമൻറ്റ്സ്. അതായത് കമൻറ്റിൻ്റെ അകത്ത് എന്താണ്, കമൻ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നോ കമൻ്റ് എന്ന് കാണിക്കണം. കമൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ഡോട്ട് മാപ്പ് ഒബ്ജക്റ്റ് അസൈൻ റിട്ടേണിൻ്റെ അകത്ത് ആ ഡിവ് വയ്ക്കണം. അത് കഴിഞ്ഞ് ഇവിടെ നോക്കാം. ഓക്കെ, കമൻറ്റിൻ്റെ അകത്ത് വരുന്നത് നെയിം ബോഡി ഇത് രണ്ടുമാണ് നമുക്ക് നിലവിലിപ്പോൾ വേണ്ട ഡാറ്റ. എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഒബ്ജക്റ്റ് ഡോട്ട് നെയിം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എം ടി സ്ട്രിങ് അല്ലെങ്കിൽ യൂസർ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ഡോട്ട് ബോഡി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് പറ്റി എന്താണ്, നമ്മൾ ഈ ഡാറ്റ അതിലോട്ട് അസൈൻ ചെയ്തില്ല. നമ്മൾ ഈ പോസ്റ്റിംഗ് കമൻറ്റും സെറ്റപ്പ് ചെയ്ത് അതിലുള്ള ഡാറ്റ എല്ലാം നമ്മൾ വിളിച്ചു കൊടുത്ത്, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡാറ്റ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് പോസ്റ്റ് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഓർ ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എം ടി ഒബ്ജക്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അറേൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് വർക്ക് ആവില്ല. ചില സമയത്ത് നമ്മളൊരു ഓറ് കൊടുത്ത് ഒബ്ജക്റ്റ് അറേൻ്റെ അകത്ത് ലെങ്ത്ത് നോക്കി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അത് ഉണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയത്തുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് കമൻറ്റ്, ആ കമൻറ്റിൽ നിന്നാണ് അറേൻ്റെ അകത്ത് വല്ല വാല്യൂ ഉണ്ടെന്ന് ആദ്യം നോക്കാം. റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് ലെങ്ത്ത് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റെസ്പോൺസ് ഡോട്ട് ഡാറ്റയിൽ ആ ഡാറ്റ വയ്ക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എം ടി അറേ പാസ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ട കാര്യം മാറ്റുകൊണ്ട് ഇതാണ് ഓരോരുത്തരെയും കമൻറ്റ്, ഇത് ഓരോ ആൾക്കാരെയും കമൻറ്റാണ്. ഇതാണ് നമുക്ക് വേണ്ട എന്ത് ചെയ്തിട്ടുള്ള ആ ഒരു ബോഡി എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് 50% കൊടുക്കാം. H1ൻ്റെ അകത്ത് കമൻറ്റ്സ് എന്ന് കൊടുക്കാം. ക്ലാസ് നെയിം ടെക്സ്റ്റ് ടു റെം കൊടുത്തിട്ടുണ്ട്. ഫോൺ ബോൾഡ് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ടൈറ്റിലിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 റെം മാറ്റി ഒരു 3 റെം ആക്കാം. ഓക്കെ, ടൈറ്റിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ്സ്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ട് ഡൈനാമിക് ആയിട്ട് ഡാറ്റ വിളിക്കുന്നതും കാര്യവും ഇവിടെ ഡാറ്റ വന്ന് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഡാറ്റയെ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ ഡാറ്റ പോകുന്നു, ആ ഡാറ്റയിലുള്ള ഡാറ്റ എടുത്തുകൊണ്ട് ആ ഒരു വരാനൊരു ടൈം എടുക്കുന്നത് എന്താണ്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ കമൻറ്റ്സ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതൊരു റിക്വസ്റ്റ് പോയിട്ട് ആ ഡാറ്റ വരാൻ എടുക്കുന്ന ഒരു ടൈമാണ് അവിടെ എം ടി ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ബാക്കിൻ്റെ ഒരു ഡാറ്റ വിളിക്കുന്നത്. ഇത് ഫ്രീ ആണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ബാക്കിൻ്റെ ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട് എൻഡ് സ്റ്റുഡൻസിന് എന്താണ് ഫ്രണ്ട് എൻഡ് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ ബാക്കിൻ്റെ API കോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രീ ഒരു API ആണ്. ഇങ്ങനെ ഫ്രീ API കൊടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ API എടുത്ത് ഇതുപോലെ ഓരോന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ എന്ത് പഠിച്ചെന്ന്, നമ്മളൊരു API റിക്വസ്റ്റ് കൊടുക്കാനും ആ റിക്വസ്റ്റ് ഉപയോഗിച്ച് ഡാറ്റ എടുക്കുന്നത്. ഇപ്പോൾ ഗെറ്റ് നമ്മൾ ഫുൾ ഉപയോഗിച്ചാൽ ഗെറ്റ് മെത്തേഡാണ്. പോസ്റ്റും മറ്റ് മെത്തേഡൊക്കെ നമ്മൾ എന്താണ് മുമ്പോട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്.
അപ്പോൾ ഗെറ്റ് മെത്തേഡിൽ ഐഡിയ ഡൈനാമിക്കായിട്ട് ഡാറ്റ പാസ് ചെയ്ത് നമുക്ക് വേണ്ട ഡാറ്റ എടുക്കുന്നതിനും പിന്നെ നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡാറ്റ എടുക്കുന്നു, അത് അറയിൽ സ്റ്റോർ ചെയ്ത് ആ ഡാറ്റ നമുക്ക് പ്രോപ്പറായിട്ട് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ചോദിക്കാവുന്നതിന്. പിന്നെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഓക്കെ, ബൈ.